എൻ്റെ ഹസ്ബൻഡ് മടി പിടിച്ചിരിക്കുന്ന സമയത്തെ കറി വെക്കാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പറയുന്ന ഡയലോഗാണ്, എന്നാൽ നമുക്കിന്ന് കിച്ചടി ഉണ്ടാക്കാന്ന്. സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അരമണിക്കൂറിൽ പണി തീർത്ത് എനിക്ക് ചുമ്മാ ഇരിക്കാമല്ലോ. അപ്പൊ ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ പരിപ്പും അരിയും കൂടെ നല്ലപോലെ കഴുകി ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഞാനിവിടെ കോലം റൈസും സാമ്പാർ പരിപ്പും ആണ് എടുത്തിട്ടുള്ളത്. പകരം നിങ്ങൾക്ക് ബസ്മതി റൈസോ പൊന്നി റൈസോ അല്ലെങ്കിൽ ജീര റൈസോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാമ്പാർ പരിപ്പിന് പകരം തോരപ്പരിപ്പോ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പോ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ കുക്കറിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് ചൂടാക്കി അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞിരിക്കുന്ന തക്കാളി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കായംപൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. കായംപൊടി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കൊടുക്കുവേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ബിരിയാണി പോലെ ഡ്രൈ ആയിട്ടല്ല, കുറച്ച് കുഴഞ്ഞാണ് ഉണ്ടാവുക. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ മടി പിടിച്ച ദിവസങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക് യു.